സഹായിക്കട്ടെ. വേഗത്തിലൊരല്പം ചിന്തയിലേക്ക് വേഗം നമ്മുടെ ചിന്തകൾ കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുവരാം. 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഒന്നാം അധ്യായം 12. 1-ന്റെ 12. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. എന്നാൽ അവർ പീഡിപ്പിക്കപ്പെടും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. നല്ല കർത്താവേ, ഇന്ന് പകൽ സന്ദേശത്തിനായി സ്തോത്രം. സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. അതെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. 12-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നാൽ അവർ പീഡിപ്പിക്കപ്പെടും തോറും ജനം പെരുകി വർദ്ധിച്ചു. അടുത്തത്, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. എന്നാൽ അവർ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ പറ്റിയാണ് പറയുന്നത്. അവർ നിമിത്തം പേടിച്ചു. ആര് പേടിച്ചു? മിസ്രൈമ്യർ പേടിച്ചു. വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മിസ്രൈമിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ മിസ്രൈമുകാർ പീഡിപ്പിക്കപ്പെടും തോറും ഇസ്രായേൽ ജനത്തിന് ഒരു വർധനവുണ്ടായി. അവർ വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഫറവോനും സൈന്യത്തിനും ഇസ്രായേൽ ജനത്തെ കണ്ട് ഒരു പേടിയുണ്ടായി. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊക്കെ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയുമെങ്കിലും ആ പശ്ചാത്തലമൊക്കെ ഒന്ന് പറഞ്ഞേച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ അടിമത്തത്തിൽ കിടക്കുകയാണ്. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ അടിമത്തത്തിൽ പോകാനുള്ള കാരണം എന്താ കാരണം? ഒരു വാക്യം വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചു. 15-ന്റെ 13 വേഗത്തിൽ വായിച്ചു വിടും. അവരടിമത്തത്തിൽ പോകാനുള്ള കാരണം അബ്രഹാമിനോട് ദൈവം പറയും, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ദേശക്കാരെ സേവിക്കും. ഇത് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഒരു ശബ്ദമാണ്. നിന്റെ സന്തതി അന്യമല്ലാത്ത ദേശത്ത്, സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പ്രവാസികളായി വീഴുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാക്യത്തിൻ്റെ മുകളിലോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും. അബ്രഹാം ഒരിക്കൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി യാഗം കഴിപ്പാൻ ഒരു യാഗപീഠം ഉണ്ടാക്കി. അവൻ യാഗം കഴിക്കാൻ ഇരിക്കുമ്പോൾ എങ്ങനെ വായിച്ചേ? ഒരു കുറുപ്രാവിനെ ആ ആ ആ ആ ആ അടുത്തത് ആ പക്ഷിയെയോ അവൻ പിളർന്നില്ല. അടുത്തത് ആ കളഞ്ഞു. അടുത്തത് ആ ആ ആ ബൈബിൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഇസ്രായേൽ ജനം 400 വർഷം ഇസ്രായേലിൽ അടിമത്തത്തിൽ അകപ്പെടാനുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അവരുടെ പിതാവായിരിക്കുന്ന അബ്രഹാം ഒരിക്കൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി യാഗം കഴിപ്പാൻ വേണ്ടി വന്നു. കാളയെയും ആട്ടുകൊറ്റനെയും പിന്നെന്തുവാ കുറുപ്രാവിനെയും കൊണ്ടുവന്നു. എല്ലാത്തിനെയും യാഗം കഴിക്കാൻ വേണ്ടി വെച്ചു. പക്ഷെ കുറുപ്രാവിനെ നടുവെ പിളർക്കാതെ യാഗപീഠത്തിൽ വെച്ച് അബ്രഹാം ഒന്ന് മയങ്ങി.
ഈ പ്രാവിനെ നടുവെ പിളർക്കാത്തത് കൊണ്ടാണ് ദൈവ സാന്നിധ്യം വെളിപ്പെടാത്തത്. വ്യവസ്ഥ പ്രകാരം വേണം ദൈവത്തെ ആരാധിക്കാൻ. ആട്ടുകൊറ്റനെ പിളർന്നു, കാളക്കിടാവിനെ പിളർന്നു. പക്ഷെ ഈ പ്രാവിനെ എന്ത് ചെയ്തു? പിളരാതെ എന്ന് പറഞ്ഞാൽ അതിനെ യാഗത്തിനൊരുക്കാതെ യാഗവസ്തുവായി വെച്ച് അവൻ പ്രാർത്ഥിച്ചെങ്കിലും ദൈവ സാന്നിധ്യം വെളിപ്പെട്ടില്ല. ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിക്കാത്തത് കൊണ്ട് അവൻ വെയിറ്റ് ചെയ്തു കുറേ നേരം ഇരുന്നപ്പോൾ അന്ധതമോസും ഇരുട്ടും വന്നു. അബ്രഹാമിന് ഒരു ഉറക്കവും വന്നു. ഇവൻ ഉറങ്ങിയപ്പോൾ ദൈവം അവനെ ശപിച്ചു. അവനോട് പറഞ്ഞു, നിന്റെ സന്തതി അന്യമല്ലാത്ത ദേശത്ത് 400 വർഷം അടിമയാകും. ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമപ്പെട്ടു പോകാനുള്ള കാരണം എന്തുവാ? അപ്പൻ ദൈവത്തെ ആരാധിച്ചു, പക്ഷേ വ്യവസ്ഥ പ്രകാരം ചെയ്യാതെ അവൻ യാഗപീഠത്തിൽ മുമ്പിൽ കൊണ്ടുവന്ന് അവൻ ഉറങ്ങിപ്പോയത് കൊണ്ട് മക്കളെ ദൈവം ശപിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളും ആരാധനയ്ക്ക് വരുന്നതാണ്. ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് വ്യവസ്ഥ പ്രകാരം വേണം ആരാധിക്കാൻ. പ്രാവിനെ കുറുകെ കീറാതെയാണ് ഇവിടെ ചെയ്തത്. വ്യവസ്ഥയില്ലാത്ത ആരാധന. 2, അബ്രഹാം ഇരുന്ന് ഉറക്കം തോന്നി. നമ്മുടെ മിക്കവാറും വ്യവസ്ഥയില്ലാതെ സഭയ്ക്കകത്ത് വന്നിരുന്ന് എന്നാ ചെയ്യുക? ഉറക്കം. ഏസി കൂടെ ഉള്ളതുകൊണ്ട് നല്ല സുഖം. ഉറക്കം നോക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പറഞ്ഞോ. അബ്രഹാം ഉറക്കം നോക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിന് കോപം വന്നു. ആ ഒരൊറ്റ കാരണത്തിൽ ഒറ്റ ശാപം വന്നു. എന്താ? നിന്റെ സന്തതികൾ 1-2 വർഷമല്ല, 400 വർഷം മിസ്രൈമിൽ അടിമപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അബ്രഹാം ചെയ്ത ഒരു തെറ്റ് നിമിത്തം അവൻ്റെ സന്തതികൾ മിസ്രൈമിൽ അടിമപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, ദൈവത്തെ വ്യവസ്ഥ പ്രകാരം നാം ആരാധിച്ചില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ ഉറങ്ങി അലക്ഷ്യത്തോടെ ദൈവത്തെ ആരാധിച്ചാൽ ഇതുപോലെയുള്ള ശാപങ്ങൾ നമ്മുടെ മേലും വീഴാം. പക്ഷേ ഇന്ന് പകൽ നാം അതിൽ നിന്നും മുക്തിയാകുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? അപ്പോൾ ഇസ്രായേൽ ജനം അടിമപ്പെടാനുള്ള കാരണം ഇതാണ്. അങ്ങനെ 70 പേര് ജോസഫിനെ, നമുക്കറിയാം ജോസഫിൻ്റെ ചരിത്രം. ജോസഫിനെ എന്ത് ചെയ്തു? സഹോദരന്മാർ ദർശനമുള്ളവനെ എന്ത് ചെയ്തു? കൊല്ലാൻ നോക്കി പൊട്ടക്കിണറ്റിൽ ഇട്ട് കളഞ്ഞു. അവനെ മിസ്രൈമിലെ അടിമത്തത്തിലേക്ക് എന്ത് ചെയ്തു? വിറ്റു. ജോസഫിനെ വിറ്റു. അവൻ മിസ്രൈമിൽ ചെന്ന് അടിമത്തത്തിൽ വിറ്റപ്പോൾ ഒരു പൊത്തിഫേർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തന്നെ വിലയ്ക്ക് വാങ്ങി അവനെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിനെ എല്ലാം കാര്യസ്ഥനാക്കിയെങ്കിലും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് സ്നേഹം തോന്നി. അവനുമായിട്ട് കിടപ്പറയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവൻ വസ്ത്രം പറിച്ചിട്ടിട്ട് ദൂരെ ഓടിപ്പോയി. ഇവൻ പോയപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യ പറഞ്ഞു, ഇവൻ എന്നെ വന്ന് കയറി പിടിച്ചു. അവനെതിരെ കള്ളക്കേസ് കൊടുത്ത് ജോസഫിനെ ജയിലിൽ കൊണ്ടിട്ടു. കുറേ വർഷങ്ങൾ കടന്നു. അവിടെ കിടന്നുകൊണ്ട് ഇവന് സ്വപ്നമുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്. പക്ഷെ ഇവനിപ്പോൾ കിടക്കുന്നത് എവിടെയാ? ജയിലിലാണ്. ഇവിടെ കിടക്കുന്നത് ജയിലിൽ കടന്നുകൊണ്ട് അവൻ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. തൻ്റെ കൂട്ടുകാരനോട് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിനുശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പാനപാത്രക്കാരൻ പറഞ്ഞു, ഇതാ ജോസഫ് എന്ന് പറഞ്ഞൊരുത്തൻ അടിമത്തത്തിൽ കിടപ്പുണ്ട്, അവൻ സ്വപ്നം വ്യാഖ്യാനിക്കും. അങ്ങനെ ജോസഫ് ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. അതൊക്കെ വലിയ വിഷയമാണ്, പറയുന്നില്ല. ആ സ്വപ്ന വ്യാഖ്യാനത്തോടു കൂടെ തന്നെ ഫറവോൻ ജോസഫിനെ മിസ്രൈമിലെ മന്ത്രിയാക്കി സ്ഥാനം കൊടുത്തു. അങ്ങനെ ജോസഫ് മിസ്രൈമിലെ മന്ത്രിയായി. ജോസഫ് വാഴുന്ന സമയത്ത് അവൻ്റെ ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. അവൻ്റെ പിതാക്കന്മാരും സഹോദരന്മാരും മിസ്രൈമിൽ കനാൻ ദേശത്ത് അവർ ക്ഷാമത്തിൽ അടിമപ്പെട്ടപ്പോൾ അവർ എന്ത് ചെയ്തു? മിസ്രൈമിൽ ധാന്യമുണ്ടെന്നറിഞ്ഞ് അവർ ജോസഫിനെ കാണാൻ വന്നു. ഈ വിഷയമൊക്കെ നമ്മൾ പ്രസംഗിച്ചതാണ്. ജോസഫിനെ വന്ന് കണ്ടു. സഹോദരന്മാർ വന്ന് കണ്ടപ്പോൾ തന്നെ സഹോദരന്മാരാണെന്നറിഞ്ഞു. ജോസഫ് അവരെ സ്നേഹിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷാദിക്കേണ്ട, നിങ്ങൾ എന്നെ ആക്രമിച്ചെങ്കിലും ദൈവം ജീവരക്ഷയ്ക്കായിട്ട് എന്നെ അയച്ചതാകുന്നു. അങ്ങനെ ജോസഫ് തൻ്റെ അപ്പനെ ആൾ വിട്ട് വിളിച്ചു. അപ്പനും എന്ത് ചെയ്തു? തൻ്റെ സഹോദരന്മാരും ആകയാൽ 70 പേര് അവർ മിസ്രൈമിൽ വന്നു. അവിടെ വന്ന് അവർ മിസ്രൈമിൽ താമസിക്കാൻ തുടങ്ങി. യാക്കോബ് മിസ്രൈമിൽ വെച്ച് മരിച്ചു. അതിനുശേഷം തലമുറകളെല്ലാം മിസ്രൈമിൽ വാണു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ജോസഫിന് മരണം സംഭവിച്ചു. അവിടെ നമ്മൾ വായിച്ച പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. 1 മുതലേ ഇവിടെ വന്നവരുടെ വംശാവലി എഴുതി വെച്ചിട്ടുണ്ട്. 1 മുതൽ വായിച്ചു കിട്ടും.
1 മുതൽ വായിക്കുക വേഗം. പുറപ്പാട് പുസ്തകം 1 വായിക്കുക. യാക്കോബിനിവിടെ താൻ തന്നെ കുടുംബസംഗീതം ഇസ്രായേലിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്: രൂബേല്, ശിമയോൻ, ലേവി, യഹൂദ, ഇസഖാർ, സെബുലൂൻ, ബെന്യാമീൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ. അടുത്തത് 5. ആ ആ ആ വായിക്കേ. ആ ആ ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. 70 പേരായിരുന്നു മിസ്രൈമിലേക്ക് വന്നത്. അവരവിടെ വന്ന് അവരവിടെ താമസിച്ചപ്പോൾ യാക്കോബ് മരിച്ചു. അവർ പെറ്റുപെരുകി ദേശത്ത് സന്താന പുഷ്ടിയുള്ളവരായി ദേശം മുഴുവൻ അവർ വർദ്ധിച്ചു വന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നമ്മുടെ സഭയ്ക്കകത്തും നമ്മുടെ കുടുംബത്തിനകത്തും ഒരു വർധനമുണ്ടാകാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ രാജ്യത്തിനകത്തും നമ്മൾ വർദ്ധിക്കുമെന്ന്. നോക്കിക്കേ, ഇസ്രായേൽ ജനം 70 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ആ ദേശത്തിനകത്ത് വർദ്ധിച്ചു. അവർ എന്ത് ചെയ്തു? പെറ്റുപെരുകി അവരുടെ മക്കൾ എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇന്ന് നമുക്ക് പെറ്റുപെരുകി മക്കൾ വർദ്ധിച്ചു സഭയ്ക്കകത്ത് വരുന്നതല്ലാതെ പുറത്തുനിന്ന് ആരും വരുന്നില്ല. നമ്മുടെ എല്ലാ സഭകളിലും കാണുന്ന ഒരു വലിയ പ്രശ്നമാണ്. അവരുടെ മക്കളും പരിശ്രമിച്ച് പെറ്റുപെരുകി വിവാഹം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി അവരുടെ മക്കളൊക്കെ പെന്തക്കോസി വരുന്നതല്ലാതെ പുതിയ ഒരു ജനറേഷൻ പുറത്തുനിന്ന് ദൈവസഭയ്ക്കകത്ത് വരുന്നില്ല. പക്ഷേ ഇന്ന് പകൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ദേശത്തിനകത്തുനിന്ന് ചിലരെ ദൈവം കൂട്ടാൻ പോവുക. ഈ മാർഗത്തിലേക്ക് ചിലരെ ദൈവം പെരുക്കുമെന്ന് വിശ്വസിക്കുന്നവർ കമാൺ 2 കരം അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പോൾ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം ഇങ്ങനെ കാണാൻ കഴിയുന്നു. 46:3. ഒരാൾ വായിച്ചേ. 46:3 വേഗം എടുത്ത് വായിക്കേ. ആ ആ ആ അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിൽ യാക്കോബിന്റെ അടുക്കൽ ദൈവം വന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. സഹോദരന്മാരെല്ലാം ജോസഫിനെ പോയി കണ്ടിട്ട് ഇതാ ജോസഫ് ജീവിച്ചിരിക്കുന്നുവെന്ന് അപ്പനോട് മറുപടി വന്ന് പറഞ്ഞപ്പോൾ അപ്പൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, ദൈവമേ ഞാൻ അങ്ങോട്ട് പോകണമോ വേണ്ടയോ എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞ മറുപടിയാ വായിച്ചേ. ഒന്നും കൂടെ വായിച്ചേ. അപ്പോൾ അവൻ, ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നു, ഞാൻ ദൈവമാകുന്നു. അടുത്തത്, നിന്റെ പിതാവിന്റെ ദൈവം. നീ മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട. അടുത്തത്, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, ജോസഫ് മിസ്രൈമിലെ മന്ത്രിയാണ്. ജോസഫ് അയച്ച രഥങ്ങൾ ഇപ്പോൾ യാക്കോബിന്റെ വീടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുക. പക്ഷേ യാക്കോബ് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാ പോയി. രാമേ പറഞ്ഞില്ല. പോകുന്നത് മിസ്രൈമിലേക്കാ. പക്ഷേ ദൈവ ശബ്ദം കേട്ടു, ദൈവമേ ഞാൻ പോകണോ വേണ്ടയോ. അനുഗ്രഹമാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത് അല്ലേ? കാരണം മിസ്രൈമിന്റെ രഥം വന്ന് വീടിന്റെ വാതിൽക്ക് നിൽക്കുക. മോൻ മിസ്രൈമിലെ ഫറവോയാ, അവിടുത്തെ രാജാവ് മന്ത്രിയായിട്ട് നിൽക്കുക. മന്ത്രിയുടെ വണ്ടി ഇപ്പൊ അപ്പനെ കൊണ്ടുവരാൻ വീടിന്റെ വാതിൽക്ക് നിൽക്കുക. പക്ഷേ അപ്പൻ ദൈവത്തോട് ചോദിച്ചു, പോകണോ വേണ്ടയോ. ഞാൻ ചോദിക്കാം, ഇതുപോലെയുള്ള ചില അനുഗ്രഹങ്ങൾ നമ്മെ തേടിയ നമ്മളെന്നായി? നമ്മൾ അന്നേരം തന്നെ സഭയും തട്ടിത്തെറിപ്പിച്ച് ദൈവത്തെ തട്ടിത്തെറിപ്പിച്ച് രഥത്തെ കയറി. അതുകൊണ്ടാണ് ഈ പണി മുഴുവൻ കിട്ടിയത്. ഈ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല കേട്ടോ. നിങ്ങൾ കേട്ടില്ല. എല്ലാ നന്മയും ദൈവത്തിൻ്റെ ഗീതം അല്ല.
വരുന്ന നന്മയെല്ലാം കൈനീട്ടി മേടിക്കുന്നതിന് മുമ്പ് ദൈവഗീതമാണോ എന്ന് ചോദിക്കണം. യാക്കോബ് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ മറുപടി, യെസ്, നീ മിസ്രൈമിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, ഞാൻ അവിടെ നിന്നെ ഒരു വലിയ ജാതിയാക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, യാക്കോബ് കേട്ട ദൈവ ശബ്ദം പോലെ ഈ പകൽ ദൈവാത്മാവ് ആരോടൊക്കെ ദൂത് പറയുന്നു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോവുകയാ, ഞാൻ നിന്നെ വിശാലപ്പെടുത്താൻ പോവുകയാ. വിളിച്ച ദൈവം എന്ത് നന്മയും എന്ത് അനുഗ്രഹവും ദൈവം തരും. ഓക്കെ, പക്ഷെ എല്ലാ നന്മയും ഒന്നും ദൈവത്തിൽ നിന്നല്ല, അത് ദൈവത്തിൽ നിന്നാണോ എന്ന് കൺഫേം ചെയ്തോണം. കിട്ടുന്ന എല്ലാ നന്മയും എന്ത് ചെയ്യുക? ഞാൻ ഇന്നലെ പറഞ്ഞുള്ളൂ, ഒരു തള്ളച്ചി എൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചെന്തുവാ, എനിക്കൊരു ഇച്ചിരി പൈസ കിട്ടും. ഞാൻ എത്ര പൈസ കിട്ടും? അപ്പം എന്നോട് പറഞ്ഞ കോടികളാണ് പാസ്റ്റർ. ഞാൻ കോടിയിൽ നിന്ന് കേട്ടിട്ടേ. എന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്ക്, പാസ്റ്റർക്ക് ഒരു സഭ പണിയാനായിട്ട് ഞാൻ പൈസ തരാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരി, എനിക്ക് നിങ്ങളുടെ കാശും വേണ്ട, നിങ്ങളുടെ പരിപാടിയും വേണ്ട, ഒന്ന് പോയി തരാമോ എന്ന് ചോദിച്ചു. സത്യമായിട്ടും ചോദിച്ച കാര്യമാണ്. നിങ്ങളുടെ കോടിയും വേണ്ട, നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. നമ്മളായാലും കാണാൻ കോടി ഇങ്ങനെ അന്നേരം സഭയ്ക്ക് പോയില്ലേലും യോഗത്തിന് പോയില്ലേലും കുഴപ്പമില്ല, കോടി മേടിച്ച് അതിനെ മിക്കവാറും നിനക്ക് കോടി കിട്ടും. മിക്കവാറും നിൻ്റെ ബന്ധുക്കാർ വന്ന് പുറത്ത് കൊണ്ട് കോടി ഇടും, ചുമന്ന കോടി കൊണ്ടുപോയി. ഞങ്ങൾ സഭക്കാർ മാറി ഇത് കാണത്തേ ഉള്ളൂ. ദൈവഹിതമല്ലാത്ത സ്ഥലത്ത് പോയി കൈവെക്കരുത് കേട്ടോ. ദൈവഹിതമല്ലാത്തതിൽ നീ നിന്റെ കൈവെക്കരുത്. എന്ത് നന്മ നിനക്ക് കിട്ടുമോ, ആരൊക്കെ എന്തൊക്കെ തരാമെന്ന് ഓഫർ ചെയ്യുമ്പോഴും ദൈവത്തോട് ഒരു വാക്ക് ചോദിക്കണം, ദൈവമേ ഞാനത് പോകണമോ, ഞാനത് വാങ്ങിക്കണോ? യാക്കോബിനോട് ദൈവം പറഞ്ഞു, നീ പോകാൻ മടിക്കണ്ട, നിന്നെ ഞാൻ ആ ദേശത്ത് വലിയൊരു ജാതിയാക്കും. അപ്പം യാക്കോബിനോട് ദൈവം പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് ഇവിടെ സംഭവിച്ചത്. മിസ്രൈമിൽ 70 പേര് പോയെങ്കിലും അവരവിടെ പെറ്റുപെരുകി, അവരെ ദൈവം വർദ്ധിപ്പിച്ചു. ഒന്നും കൂടെ പറയാം, അപ്പനോട് പറഞ്ഞ ദൈവശബ്ദം തലമുറയുടെ കാലത്ത് ദൈവം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്നോട് പറഞ്ഞ ദൈവശബ്ദം നിന്റെ തലമുറയുടെ കാലത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. നിന്റെ കാലത്ത്, നിന്റെ തലമുറയുടെ കാലത്തും, നീ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്യും. നീ മരിച്ചു തൊലയുമ്പോഴല്ല, നീ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അത് ചെയ്തു തരും. യാക്കോബിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അന്ന് യാക്കോബ് മിസ്രയീം വന്നു, അന്ന് മുതൽ ആ ജനത്തെ ദൈവം വർദ്ധിപ്പിച്ചു. ഞാൻ വീണ്ടും വിളിച്ചു പറയാം, നിന്നോട് പറഞ്ഞ ദൂതും നിന്റെ കാലത്ത് തന്നെ നീ കണ്ണുകൊണ്ട് കാണും. നിന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തം നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ കാണും. നിങ്ങളുടെ മിണ്ടിയില്ല. എന്നോട് എൻ്റെ ദൈവം പറഞ്ഞത് ഞാൻ കാണുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അവൻ മരിച്ചു വീഴുന്നതിന് മുമ്പ് ആ വർദ്ധനവ് കണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്റെ തലമുറയുടെ കാലത്ത്, നിന്റെ കാലത്ത് തന്നെ ഒരു വിശാലതയിൽ എൻ്റെ ദൈവം നിന്നെ കൊണ്ടുവരും. പലരും വിചാരിച്ചു, അയ്യോ ദൈവം വാഗ്ദത്തമൊക്കെ പറഞ്ഞു, എൻ്റെ കണ്ണടഞ്ഞ് ഞാൻ മരിച്ചു വീഴുമോ? വീണ്ടും ദൈവാത്മാവ് ഉറപ്പിക്കുകയില്ല. നിന്റെ മൂക്കിനകത്തുനിന്ന് ജീവശ്വാസം പോകുന്നതിന് മുമ്പ് വിളിച്ച ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. അവൻ നിന്നെ പാറമേൽ, കമാൻ, രാവിലെ ഞാനത് പറഞ്ഞു കഴിഞ്ഞു, അവൻ നിന്നെ വിശാലതയിൽ കൊണ്ടുവരും. അവൻ നിന്നെ ഉയർത്തും. എത്ര പേര് സന്തോഷത്തോടെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം പറഞ്ഞതുപോലെ യാക്കോബ വാഗ്ദത്തം കണ്ടു, അവരുടെ തലമുറകളും അത് കണ്ടു. 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, അനന്തരം യോസേപ്പിനെ അറിയാത്ത പുതിയ ഒരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ കാലം കുറേ 400 വർഷമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന പീരീഡ്. അപ്പം ചെയ്ത വലിപ്പം ഒരു തെറ്റ് കാരണം മക്കളെല്ലാം ഇപ്പം എവിടാ? യാക്കോബ് ഉൾപ്പെടെ. നിങ്ങളൊരു കാര്യം പിടികിട്ടണം, അപ്പൻ ചെയ്ത തെറ്റ് നിമിത്തം അപ്പനോട് പറഞ്ഞത് അന്യമല്ലാത്ത ദേശത്ത് നിന്റെ സന്തതി പ്രവാസത്തിൽ പോവെന്ന. ആണോ? അങ്ങനെയല്ലേ പറഞ്ഞേ? പക്ഷെ ഇപ്പോ ഇസ്രായേൽ ജനം പ്രവാസത്തിലാണോ അതോ അടിച്ചു പൊളിച്ചാണോ ജീവിക്കുന്നത്? പറ. പ്രവാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? അടിമത്വ. വാക്ക് പറഞ്ഞത് പ്രവാസത്തിൽ പോവെന്ന. പക്ഷേ യോസേപ്പ് പ്രവാസിയായിട്ടല്ല പോയ, രാജാവായിട്ടാണ് പോയത്. ജോസഫ് ജീവിച്ചിരിക്കുന്നത്രോളം കാലം ജനത്തിന്
ഭയങ്കര വിടുതലായിരുന്നു. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. അനന്തരം ജോസഫിനെ അറിയാത്ത ഒരു മന്ത്രി, അതിനർത്ഥം ജോസഫ് മരിച്ചു. ജോസഫിനെ അറിയാത്ത ഒരു മന്ത്രി വന്നപ്പോഴാ ജനത്തിന് പീഡ വർദ്ധിച്ചത്. അതിനകത്തൊന്നൊരു ദൂത് ഞാൻ പറയാം. ആരാണ് ജോസഫ്? ജോസഫ് വെളിപ്പാടുള്ളവൻ, ജോസഫ് പ്രാർത്ഥിക്കുന്നവൻ, ജോസഫ് ദർശനമുള്ളവൻ. കേട്ടോണം, ദർശനം ഉണ്ടായിരുന്നവൻ ജീവനോടെ ഇരുന്നപ്പോൾ സമൃദ്ധി, ദർശനം പോയപ്പോൾ അവന് പരാജയം. പ്രാർത്ഥിക്കുന്ന നീ ഇരിക്കുന്ന വീട്ടിനകത്ത് അത്ഭുതം സംഭവിക്കും. ആ ദൂതിനോടൊന്ന് പ്രതികരിച്ചേ. കമാൽ കമാൽ കമാൽ. ഞാൻ രാവിലെ ആ കാര്യം ചിന്തിച്ചവൻ ഞെട്ടിപ്പോയി. ദൈവം പറഞ്ഞത് പ്രവാസത്തിൽ പോകുന്ന അല്ലേ? ആണ്. പക്ഷെ ജോസഫ് അടിമത്തത്തിൽ പോയി കാരാഗ്രഹത്തിൽ കടന്നെങ്കിലും അവന്റെ ദർശനം കാരാഗ്രഹത്തെ പട്ടുമെത്തയാക്കി മാറ്റി. വാഗ്ദത്തം അടിമയാകുന്ന, പക്ഷെ ദർശനമുള്ളവൻ അടിമത്തത്തിനകത്തും രാജാവ്. നിങ്ങൾ കേട്ടില്ല. വാഗ്ദത്തം അടിമത്തം എന്നാ, പക്ഷെ ദർശനമുള്ളവൻ അടിമത്തത്തിനകത്തും രാജാവായി വന്നു. ഇന്ന് പകൽ ആരോടൊക്കെ ദൂത് പറയുന്നു, ഏതൊക്കെ പ്രതിസന്ധി നിന്റെ മേലുണ്ടല്ലോ, നിന്റെ ദർശനം വലുതാണെങ്കിൽ അവിടെ എന്റെ ദൈവം നിന്നെ ഉയർത്തൂ. കരമടിച്ചു വാ തുറന്നൊന്ന് പ്രതികരിക്കാം. ഈ പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്റെ ദർശനത്തിന്റെ പൂർത്തീകരണം നീ കണ്ണുകൊണ്ട് കാണാൻ പോവോ. ഹല്ലേലൂയ. എനിക്ക് ആ ഭാഗം കണ്ട ഭയങ്കര. ദൈവം പറഞ്ഞത് അടിമത്തത്തിൽ പോകുന്നു പറഞ്ഞെങ്കിലും അവിടെ പറവോയായിട്ട് ഇപ്പൊ ജോസഫ് നിൽക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഏതൊക്കെ പ്രതിസന്ധികളും പ്രവാസങ്ങളും പിശാചിൻ്റെ പദ്ധതിയും രോഗവും ബന്ധനവും നിന്നി വന്നാലും നിന്റെ മേൽ ദർശനമുണ്ടെങ്കിൽ നീ അവിടെ രാജാവാ. ദേശം മുഴുവൻ പിശാച് എഴുന്നേറ്റക്കിടുന്നേ, ദേശം മുഴുവൻ ശത്രു എഴുന്നേക്കട്ടെ. വെളിപ്പാടുള്ള നിന്റെ മേൽ, എടാ ജോസഫേ, നിന്നോടാ ദൂത്. ദർശനം നിന്റെ അകത്തുണ്ടെങ്കിൽ, വെളിപ്പാട് നിന്റെ അകത്തുണ്ട്, നീ ശത്രുക്കളുടെ മുമ്പേ രാജാവാ. കരമടിച്ചു വാ തുറന്ന് പ്രതികരിക്കുക. നിന്റെ ദർശനത്തെ അവൻ ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരിക. നോക്കിക്കേ, ശത്രുക്കളുടെ മുൻപാകെ മേശ. വാസ്തവമായി ഇത് അനുഭവിച്ചത് യോസഫല്ലേ? അല്ലേ? മിസ്രയീം ശത്രു രാജ്യവാ, അവരെ അടിമത്തത്തിൽ കൊണ്ടുപോയ സ്ഥലവാ. ദൈവം പോലും പറഞ്ഞു, നിങ്ങൾ 400 വർഷം അങ്ങനത്തെ രാജ്യത്ത് ഇപ്പൊ പറവോയായിട്ട് ജോസഫ്. ഞാൻ വീണ്ടും പറയുന്നു, പ്രതിസന്ധിയാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നിന്റെ മേലുള്ള അഭിഷേകം നിന്നെ ഉയർത്തും. നിന്റെ മേൽ ചലിക്കുന്ന ദൈവകൃപ നിന്നെ ചലിക്കും. നീ ഏകനായിരിക്കും, നിന്നെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കും. കാരാഗ്രഹത്തിനകത്തായിരിക്കും നീ വസിക്കുന്നത്. എന്റെ ദൈവം നിന്നെ ഉയർത്തുന്ന ദിവസമുണ്ട്. നിന്റെ ദർശനം ചലിക്കട്ടെ. ദർശനം കണ്ടേച്ചാ വന്ന, പക്ഷേ ഇപ്പൊ കിടക്കുന്ന എവിടെയാ? കാരാഗ്രഹത്തിൽ. എത്ര വർഷം കടന്നെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, കാരാഗ്രഹത്തിൽ കടന്നിട്ടും അവന്റെ ദർശനം പോയില്ല. നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ഇപ്പൊ തന്നെ സാക്ഷ്യം പറഞ്ഞു അല്ലേ, ദർശനം വെളിപ്പാടുമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അല്പം പിന്മാറി പോയപ്പോൾ എൻ്റെ ദർശനം വെളിപ്പാടുമൊക്കെ കാരാഗ്രഹത്തിൽ കടന്നിട്ടും ജോസഫിനെ പോയില്ല. എന്തോ കാരാഗ്രഹം, കയ്യും കാലും ചങ്ങല. ആരാധിക്കാൻ പറ്റുമോ? ബൈബിൾ വായിക്കാൻ പറ്റുമോ? നിങ്ങളാരും ഇല്ലല്ലോ. ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ചരിത്രം പറഞ്ഞത് ഈ തൊലിക്കകത്ത് ചങ്ങല കയറിപ്പോയെന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്കിന്നെല്ലാം വന്ന് ഈ ചങ്ങലയുടെ പുറത്ത് മൂടി അതുപോലെ കിടക്കുക. എന്നിട്ടും അച്ചായൻ്റെ ദർശനത്തിന് ഒരു മാറ്റവും ഇല്ല. നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. ചങ്ങലയിട്ട് നമ്മളെ ജയിലിൽ കൊണ്ടുവരാമെങ്കിൽ എന്നാ ചെയ്യും? അന്ന് തന്നെ ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വേണമെങ്കിൽ അന്നേരം തന്നെ
യോസേപ്പ് ചങ്ങല കൈ കയറിയിട്ടും വെളിപ്പാടും പോയില്ല, ദർശനം പോയില്ല. ആ ജയിൽ ഭരിക്കുന്ന മന്ത്രിയാക്കി. ഓ, എത്ര പേർക്ക് ഈ പകലാരോടൊക്കെ ദൂത് പറയുന്നു, നിനക്കെതിരെ ശത്രു വിട്ടിരിക്കുന്ന സകല പദ്ധതികളെയും തകിടം മറിക്കുന്ന ദൈവിക അഭിഷേകം നിന്റെ മേൽ ചലിക്കട്ടെ. ഫറവോന്റെ സ്വപ്നമെല്ലാം കൂടെ കണ്ടു, സ്വപ്നമെല്ലാം കൂടെ വ്യാഖ്യാനിച്ചു. അത് ഓഫ് ചെയ്തു പോയി. സ്വപ്നമെല്ലാം കൂടെ വ്യാഖ്യാനിച്ചു, ഓഫ് ചെയ്തു. ജോസഫിനെ ജയിലിനകത്തുനിന്ന് കൊണ്ടുവന്നു, ഫറവോന്റെ മുമ്പിൽ നിർത്തിയിരിക്കുക. ഫറവോൻ കണ്ട സ്വപ്നം ജോസഫ് അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഫറവോൻ അന്നേരം തൻ്റെ കൈ കിടക്കുന്ന മുദ്രമോതിരം, എന്തോ മോതിരം, രാജകീയ മുദ്രമോതിരം, അത് ജോസഫിൻ്റെ കയ്യിലോട്ട് ഇട്ടു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ജോസഫിനെ ജയിലിനകത്തുനിന്ന് പുറത്തിറക്കിയെന്ന് ആരറിഞ്ഞ്? പൊത്തിപ്പറും അമ്മാമയും അറിഞ്ഞു. ഉടനെ അമ്മാമ്മ വീട്ടിൽ ഇരിക്കുന്ന പഴയ തുണി എടുത്തുകൊണ്ട്, പഴയ ഉടുതുണി പെട്ടെന്ന് വിളിച്ചിട്ടുണ്ട്. പണ്ട് ജോസഫ് ഇട്ടച്ച് ഓടിപ്പോൾ അവനെ മുണ്ട പിടിച്ച് വലിച്ചില്ലേ, ആ തുണി എവിടെ ഇരിപ്പുണ്ട്. ഇവനെ ജയിലിൽ നിന്ന് ഇറക്കി നിറഞ്ഞപ്പോഴേ വീണ്ടും എന്ത് ചെയ്തു? തുണിയായിട്ട് തള്ള എവിടെ വന്നു? കൊട്ടാരത്തി. ജോസഫിനെ ഇടയ്ക്ക് കാണിച്ചില്ല, എൻ്റെ തുണി. ജോസഫ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ തള്ള എന്ത്, ആ തള്ള തുണിയൊക്കെ പൊക്കി കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഉടനെ ഫറവോൻ മുദ്രമോതിരം ജോസഫിൻ്റെ കയ്യിലോട്ടിട്ടു. ഉടനെ വലതുഭാഗത്ത് നിന്ന് പടയാളി പറഞ്ഞു, മുട്ടുകുത്തുക, മുട്ടുകുത്തുക എന്ന് പറഞ്ഞപ്പോൾ തള്ള തുണി ഉൾപ്പെടെ മുട്ടുകുത്തി. ഉണ്ടോ? അവനെതിരെ അപവാദം പറയാൻ തള്ള തുണിയായിട്ടാ വന്നേ. പക്ഷെ മുദ്രമോതിരം വീണപ്പോ ഫറവോന്റെ മുമ്പിൽ ഉടുതുണിയായിട്ട് വന്ന തള്ളച്ചി പോലും ആരോടൊക്കെ ദൂത് പറയുന്നു, നിനക്കെതിരെ അപവാദം പറയാൻ അവൻ വെച്ചിരിക്കുന്ന തെളിവുമായി നിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ദർശനമുള്ളവർക്കായി സ്തോത്രം. തള്ളച്ചി തെളിവുമായിട്ട് വന്ന നിന്റെ തെളിവ് കയ്യിലിരിക്കത്തുള്ളൂ. അഭിഷേകമുള്ളവൻ്റെ എതിരെ ഒരു തെളിവും നടക്കത്തില്ല. മുട്ടുകുത്താൻ മുദ്രമോതിരം വീണപ്പോഴേ ഫറവോയായി മെയിൻ പടയാളി വിളിച്ചു പറഞ്ഞു, മുട്ടുകുത്തുക. ഞാൻ യോസഫിന്റെ മുമ്പിൽ കുത്താനാ പറഞ്ഞത്. ആ സദസ്സ് മുഴുവൻ ഇപ്പൊ ആരുടെ മുമ്പിൽ ഇരിക്കുക? ഫറവോയും ജോസഫും മാത്രം നിൽക്കുക. ബാക്കി മുഴുവൻ ആ കുത്താൻ പറഞ്ഞതും കൂടെ. പൊത്തിപ്പുറം വന്നായിരുന്നു കേട്ടോ. പണ്ട് ഇവനെ വിലക്ക് മേടിച്ച് പൊത്തിപ്പുറം എനിക്ക് എൻ്റെ ഭാര്യയെ പിടിച്ചവനെ, അവനെ കാണിച്ചു തരാം. അവനെ നിൽക്കുന്നു, തള്ളച്ച് തുണിയായിട്ട് പടയാളി മുട്ടുകുത്താൻ പറഞ്ഞപ്പോൾ സകലതും ദേ കിടക്കുന്നു. നമുക്ക് ആരോടൊക്കെ ദൂത് പറയുമ്പം അഭിഷേകമുള്ള നിന്റെ മുമ്പിൽ സകല പൈശാചിക ശക്തിയെ മുട്ടുകുത്തിക്കുന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് പകൽ ചലിക്കട്ടെ. ഇന്ന് ആ ദൂതനോടൊന്ന് പ്രതികരിച്ചോ. ദൈവാത്മാവ് ചിലതിനെ ഇന്ന് പകൽ തൊടുകയാ. ഈ പകൽ അഭിഷേകത്തിന്റെ ശക്തി ചിലതിനെ ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്ത് അല്പനേരം കൂടെ കരമടിച്ചു വാ തുറന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക ദർശനമുള്ളവനെ പൂട്ടുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. നോക്കിക്കേ, ജോസഫ് അന്ന് ഫറവോയായി തീർന്നു. അടുത്തത് ജോസഫിന്റെ കാലം കഴിഞ്ഞപ്പോൾ ജോസഫ് മരിച്ചു. ഒന്നും കൂടെ പറയാം, അഭിഷേകവും ദർശനവും വെളിപ്പാടും ഉള്ളവൻ മരിച്ചപ്പോൾ അവൻ ജനം വീണ്ടും അടിമത്തത്തി വീണു. അതിനർത്ഥം ഞാൻ പറയാം, നിന്റെ ദർശനവും നിന്റെ വെളിപ്പാടും എവിടെ അവസാനിക്കുമോ അവിടെ പിശാചും നിന്റെ മേൽ ആധിപത്യം എടുക്കോ. എവിടെ നിന്റെ പ്രാർത്ഥന കുറയുമോ, എവിടെ നിന്റെ ആരാധന കുറയുമോ അവിടെ സാത്താന്യ മണ്ഡലങ്ങൾ നിന്റെ നേരെ അധികാരമെടുക്കോ. എവിടെ നിന്റെ സ്തുതി കുറയുമോ, എവിടെ നീ സ്തോത്രം പറയാതിരിക്കുമോ. ഹല്ലേലൂയ. നോക്കിക്കേ, ജോസഫ് ഉണ്ടത്രയും കാലം ഈ ജനത്തിന് എന്തായിരുന്നു? സമൃദ്ധി. ജോസഫ് പോയപ്പോ അടിമത്വം. പ്രാർത്ഥിക്കുന്നവൻ നിന്റെ വീട്ടിലുണ്ട് വിടുതല. ആരും വേണ്ടിയില്ല. പ്രാർത്ഥിക്കുന്നവൻ എപ്പം നിന്റെ വീട്ടിൽ നിന്ന് പോവുമോ അന്ന് മുതൽ ശാപമാണ്. ഒന്നും കൂടെ പറയാം, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ വീട്ടിനകത്ത് ദൈവിക അനുഗ്രഹം.
നീ പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ നീ ഒരു അടിമത്തത്തിൽ. കമോൺ, പ്രാർത്ഥനയിൽ സഭ മടങ്ങി വാ, ആരാധനയിൽ മടങ്ങി വാ, ദൈവകൃപയിൽ മടങ്ങി വാ. യോസേപ്പിനെ അറിയാത്ത മന്ത്രി വന്നപ്പോൾ എന്ത് ചെയ്തു? വായിച്ചു. അനന്തരം ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. ജോസഫിനെ അറിയാത്ത എന്ന് പറഞ്ഞാൽ ജോസഫ് മരിച്ചു, അവിടുത്തെ ഫറവോയും മരിച്ചു, അവന് സ്ഥാനം കൊടുത്തവനും മരിച്ചു, അടുത്ത ഫറവോൻ വന്നു. ജോസഫിനെ അവന്, ഞാനൊന്ന് ചിന്തിച്ചു, ജോസഫിനെ അറിയാതിരിക്കാൻ ചാൻസ് ഉണ്ടോ? കാരണം ഇതിനു മുമ്പ് ആ ദേശത്തിലെ മന്ത്രിയാണ് അല്ലേ? മറക്കാനൊന്നും പറ്റത്തില്ല. അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, അറിയാത്ത അഭിനയിച്ചതാണ്. അഭിഷേകമുള്ളവൻ പോയപ്പോ അവൻ്റെ തലമുറകളെ മൈൻഡ് ചെയ്യാതായി. എല്ലാം പിടി കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്നെ അനുഗ്രഹം തേടി വരും. നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടാൽ ഒരുത്തരും നിന്നെ അറിയില്ലെന്നർത്ഥം. അഭിഷേകം ഉണ്ടെങ്കിൽ നീ ആരാ? ഇതൊക്കെ ഞാനൊക്കെ പല സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അഭിഷേകം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരുത്തനും അറിയാതെ ഇവിടെ കരുനാഗപ്പള്ളി സ്തോത്രം പല സഭകളിൽ ശുശ്രൂഷിക്കാൻ പോകുന്നു. 10, 500, 600, 300, 400 ഒക്കെയുള്ള വലിയ വലിയ സഭകളെ അവർ വിചാരിക്കും നമ്മളിവിടെ ഭയങ്കര. എന്തായാലും ആകട്ടെ, എവിടെയെങ്കിലും ഒരിടത്ത് ദൈവം എന്നെ അയക്കുന്നുണ്ടെങ്കിൽ അഭിഷേകം ഉള്ളത് കൊണ്ടാണ്. നിങ്ങളോട് പറയും, അഭിഷേകം നിങ്ങളെ ഉയർത്തും, അഭിഷേകം നിങ്ങളെ ഉയർത്തും, അഭിഷേകം നിങ്ങൾക്ക് മാന്യത തരും, അഭിഷേകം നിങ്ങൾക്ക് സ്ഥാനമാനം തരും, അഭിഷേകം നിനക്ക് നന്മ കൊണ്ട് തരും. അതുകൊണ്ട് ഇന്ന് പല വിളിച്ചു പറയാം, നിന്റെ കഴിവിനേക്കാൾ, നിന്റെ അറിവിനേക്കാൾ, നിനക്കുള്ള സമസ്തതിനേക്കാൾ ഉയർന്നതാ അഭിഷേകം. അഭിഷേകമുണ്ടെങ്കിൽ ഉയർച്ച വരും. ജോസഫ് പോയപ്പോ അവനെ അറിയാത്ത ഒരു മന്ത്രി വന്നു. അടുത്തത് വായിച്ചു വായിക്കേ. ഒമ്പതാം വാക്യത്തിൽ അവർ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ഭാഗുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ടൊരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതു. ഈ രാജ്യം വിട്ടുകൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ, ജനം വർദ്ധിച്ചു തുടങ്ങിയപ്പോൾ മിസ്രൈമർക്ക് പിടികിട്ടി, ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഞങ്ങളെ പിടിച്ചടക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവരെ ഒതുക്കണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവൻ തൻ്റെ ജനത്തോട്, ജനം നമ്മേക്കാൾ ഭാഗ്യവും ശക്തി ഉള്ളവരുമാകുന്നു, അതുകൊണ്ട് അവർ പെരുകിട്ടൊരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മളെ തകർക്കാതിരിക്കേണ്ടതിന് 11 അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. ചേർന്നൊരാമേൻ പറയട്ടെ. ജനം വർദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ അവർക്ക് എന്തുണ്ടായി? ഊഴിയ വേല വന്നു. ശ്രദ്ധിച്ചോണം. ജനം കുറഞ്ഞിരുന്നപ്പോൾ അവർ സമൃദ്ധിയായി ആരാധിച്ചു. ജനം വർദ്ധിച്ചപ്പോൾ ഊഴിയ വേല വന്നു. ഇങ്ങനെ പറയാം, പ്രാർത്ഥനയും അഭിഷേകം ഉണ്ടായിരുന്നപ്പോൾ നന്മ വന്നു. ഇപ്പോൾ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ഊഴിയ വേല പിടികിട്ടുന്നില്ല. ആദ്യത്തെ നാളെ ഈ സമ്പത്തൊന്നുമില്ല. അപ്പോൾ എന്നാ ഉണ്ടായിരുന്നു? പ്രാർത്ഥനയും ഉപവാസവും വിടുതലും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര വിടുതലാണ്. ഇപ്പം സമ്പത്ത് വർദ്ധിച്ചപ്പോൾ പ്രാർത്ഥനയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിവിടെ കരുനാഗപ്പള്ളി സഭ തുടങ്ങുമ്പോൾ ഒറ്റ എണ്ണത്തിന് ജോലിയില്ല. അന്ന് വന്ന ഒരുത്തിന് പോലും ഉഷമയ്ക്കില്ലായിരുന്നു, നിഷ ചേച്ചിക്കില്ലായിരുന്നു, മറ്റേ പോയ ഒറ്റ ഒരുതിക്കും അപ്പയ്ക്കും ഇല്ലായിരുന്നു. രാജുകൊണ്ടനുണ്ടായിരുന്നു. അണ്ണൻ പിന്നെ രോഗിയാണ്, പോട്ടെ. സവിതയ്ക്ക് ജോലിയില്ല, കൂലിയില്ല. പ്രാർത്ഥന തുടങ്ങി, ഉപവാസം തുടങ്ങിയപ്പോൾ എല്ലാത്തിനും ജോലിയായി. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വരാൻ ഇന്നലെ വൈകിട്ടും പ്രാർത്ഥനയുണ്ട്. 8 മണിയായപ്പോഴാണ് വന്നത്. അതൊന്നും വന്നുമില്ല. മിണ്ടാതങ്ങിരിക്കുക. പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് നമുക്ക് നേരമില്ല. കണ്ടോ? ജനം വർദ്ധിച്ചപ്പോൾ പീഡ, സമ്പത്ത് വർദ്ധിച്ചപ്പോൾ പീഡ. അതിനർത്ഥം എന്നാ കാര്യം? ജനം വർദ്ധിച്ചപ്പോൾ അവരവരുടെ
കായിക ശക്തിയിൽ ധൈര്യപ്പെട്ടു. പണ്ട് 70 പേരെ ഉള്ളായിരുന്നു. അന്ന് മിസ്രൈമിൽ ചെന്നപ്പോൾ ദൈവമേ ഇവർ ഞങ്ങളെ തകർക്കാതിരിക്കാൻ ഞങ്ങളെ യോസേഫ് പ്രാർത്ഥിക്കുന്നവനുണ്ടായിരുന്നു. ദൈവം അവരെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നവനും മരിച്ചു, ആരാധിക്കുന്നവനും മരിച്ചു. അവരവരുടെ കായിക ബലത്തിൽ ഉടനെ പീഡയും വർദ്ധിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, ഏതെങ്കിലും നിലയിൽ നിനക്കൊരു പീഡനം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ, നിന്റെ പ്രാർത്ഥന കുറഞ്ഞതാ, നിന്റെ മേൽ അഭിഷേകം നഷ്ടപ്പെട്ടതാ. യോസേഫ് നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? പീഡ വർദ്ധിച്ചു. എന്നാൽ അടുത്ത ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കും, നമ്മുടെ വാക്യം കുറിവാക്യം എങ്ങനെയാ? എന്നാൽ അവർ പീഡിപ്പിക്കപ്പെടും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ നിമിത്തം അവരെ പീഡിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വീണ്ടും ഞാൻ വിളിച്ചു പറയാം, പീഡനങ്ങൾ അവർക്ക് വർദ്ധിക്കും തോറും അവരുടെ മേൽ ഒരു വർധനവുണ്ടായി. ഒരു പക്ഷേ ഞാൻ പറയാം, അവരുടെ മേൽ വർധനവുണ്ടാകുമ്പോൾ അവർ വിചാരിച്ചു ഞങ്ങൾ വീണ്ടും അടിമപ്പെട്ടു പോകുക. പക്ഷേ ദൈവം അവരെ വർദ്ധിപ്പിച്ചത് അടുത്ത ഒരു പദ്ധതി പൂർത്തീകരിക്കാനാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ ഇതിൽ നിന്ന് വിളിച്ചു പറയാം, കഷ്ടതയുടെ തീച്ചൂളക്കകത്താണ് നീ പാർക്കുന്നതെങ്കിലും ദൈവം അവിടെ നിന്നെ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, കഷ്ടതയുടെ നടുവിൽ ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോവാ. പീഡനകൾ ഏൽക്കും തോറും ജനത്തിനൊരു വർധനവുണ്ടായെങ്കിൽ കരമടിച്ച് ആ ദൂതിനോടൊന്ന് പ്രതികരിച്ചേ. ദൈവാത്മാവിന്റെ മകൾ ദൂത് പറയുന്നു, പീഡനകൾ വർദ്ധിക്കുന്തോറും ജനം പെരുകിയെങ്കിൽ ഇന്ന് മകൾ ആത്മാവ് ദൂത് പറയുന്നു, ഒരു വലിയ വർധനവിനകത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോവുകയാ. അവർ പീഡിപ്പിക്കപ്പെടുന്തോറും എന്ത് ചെയ്തു? വർദ്ധിച്ച് പെരുകി വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പറയുന്നു, പീഡനങ്ങളും കഷ്ടതകളും നിന്നിൽ വർദ്ധിച്ചാൽ ഓർത്തോണം, ദൈവം നിന്നെ പെരുക്കാൻ പോവുക. നിങ്ങളുടെ വേണ്ടിയില്ല. ഒരു വർധനവ് നിനക്കുണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് ഒരു പീഡതയിൽ കൂടെ നീ കടന്നു പോകണം. ഒരു സമൃദ്ധി നിന്റെ ലൈഫിൽ ഉണ്ടാകണമെങ്കിൽ അതിന് മുമ്പ് നീ ഒരു പ്രതിസന്ധി കൂടെ കടന്നു പോകണം. അങ്ങനെയെങ്കിൽ ആരൊക്കെയോ പറയുന്നു, ഇന്ന് ഞാൻ വലിയ പ്രതിസന്ധിയില്ല, ഇന്ന് ഞാൻ വലിയ കഷ്ടത്തില്ല. പക്ഷെ ദൈവാത്മാ പറയുന്നു, നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു വിശാലത തരാൻ പോവുക. ഇത് ആത്മാവി കണ്ടിട്ട് ഇന്നുള്ള കഷ്ടങ്ങൾ സാരമില്ലെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയോ? പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഇന്നുള്ള കഷ്ടങ്ങൾ സാരമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ഈ ഭൂമിയിൽ തന്നെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് വേണ്ടി വഴി തുറന്ന് നിന്റെ തലമുറയെയും നിന്റെ കുടുംബത്തെയും മാനിക്കും. അതുകൊണ്ട് ഇന്നുള്ള കഷ്ടങ്ങൾ സാരമില്ലെന്ന് പറഞ്ഞു ആമേൻ പറയാൻ എത്ര പേർക്ക് കഴിയോ? പ്രൈസ് ദി ലോർഡ്. കഷ്ടപ്പാടും കഷ്ടതയും നിങ്ങളുടെ ലൈഫിനകത്തുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നാളുകളിൽ ഒരു വലിയ വിശാലതയിൽ വരും. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വചനത്തിൽ നിന്ന് പറയാം, അവർ കഷ്ടതയുടെ തീച്ചൂളക്കകത്തൂടെ കടന്നു പോയ ശേഷമാണ് അവർ വിടുവിക്കപ്പെട്ടത്. മോശയെ എടുത്ത് നോക്കിക്കേ, എത്ര വർഷം അവൻ പരാജയത്തിൽ കൂടെ നടന്നു. യോസേഫിനെ എടുത്ത് നോക്കിക്കേ, എന്നെല്ലാം പ്രതിസന്ധിക്കകത്തൂടെ നടന്നു. അബ്രഹാമിനെ എടുത്ത് നോക്കിക്കേ, ചരിത്രത്തിലുള്ള എല്ലാ പിതാക്കന്മാരെയും അനുഗ്രഹം പ്രാപിച്ച സകലരെയും എടുത്ത് നോക്കിക്കേ, അവരെന്തെല്ലാം കഷ്ടതയും പ്രതിസന്ധിയും അനുഭവിച്ചു. പക്ഷെ നാളുകളിൽ ദൈവം അവരെ വിശാല സ്ഥലത്ത് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങൾ നേരിടുന്ന കഷ്ടതയ്ക്കപ്പുറത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ദൈവം നിന്നെ പെരുക്കാൻ പോവാ. ഒരിക്കൽ 5000 പുരുഷാരത്തെ പന്തിയായി യേശു തമ്പുരാൻ ഇരുത്തി. അവരുടെ കയ്യിൽ വിളമ്പാൻ എന്തുണ്ട്? 5 അപ്പവും 2 മീനുമല്ലാതെ കയ്യിലൊന്നുമില്ല. 50 പന്തിയായി ജനത്തെ ഇരുത്തി. ഉടയ തമ്പുരാൻ്റെ കയ്യിലുള്ളത് ആമേൻ 2 മീൻ കഷണവും 5 അപ്പവും 2 മീൻ കഷണവുമാണ്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? അവൻ പുരുഷാരം കാണുക അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി. അടുത്തത് ആ പുരുഷാരം കാണുക അതിനെ നുറുക്കി. അതിനെ എന്ത് ചെയ്തു? നുറുക്കി എന്ന് പറഞ്ഞാൽ മുറിച്ചു. മുറിക്കുമ്പോൾ ഓർത്തോണം, വേദനയൊക്കെ വരും. മുറിക്കുമ്പോൾ വേദന വന്നെന്നിരിക്കുക, പക്ഷെ മുറിക്കുമ്പോൾ ഓർത്തോ നീ വിശാലപ്പെടാൻ പോവാ.
ഹല്ലേലൂയ, നുറുക്കി കഴിഞ്ഞാണ് അത് 5000 പേർക്ക് തികഞ്ഞതെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ദൈവം നിന്നെ നുറുക്കുന്നുണ്ടെങ്കിൽ ഈ കഷ്ടതയുടെ അപ്പുറത്ത് എൻ്റെ ദൈവം നിന്നെ മാനിക്കുന്ന ദിവസമുണ്ട്. അത് വിശ്വസിക്കുന്നവർ 2 കരമടിച്ച് അവർ പീഡിപ്പിക്കപ്പെടും തോറും വർദ്ധിച്ചു വന്നെങ്കിൽ ഈ പീഡ നിനക്കൊരു വിഷയമല്ല, ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ആമേൻ. അതിന് എന്ത് ചെയ്തു? ആ അപ്പത്തെ മുറിച്ചു, കൊട്ടക്കകത്തോട്ടിട്ടു. 5000 പേർക്കത് വിളമ്പാൻ. എപ്പോഴാ? 5 അപ്പവേ ഉള്ളൂ. പക്ഷേ യേശു തമ്പുരാൻ അതിനെ നുറുക്കിയപ്പോൾ 5000 പേർക്ക്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ നുറുക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ ദൈവം നിന്നെ നുറുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എഴുതി ഈ വചനത്തിൽ നിന്ന് പറയാം, ഒരു വലിയ വർധനവിലേക്ക് നീ വരാൻ പോവുക. രാമൻ നുറുങ്ങിയും ഞെരുങ്ങിയും ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതം എണ്ണി തള്ളി വിട്ടുപോകുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നാളുകളിൽ ദൈവം നിന്നെ വിശാലതയിലേക്ക് വന്നിരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. അവസാനം ഈ വാക്കും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. നമ്മുടെ അരുമനാഥനായ യേശു കർത്താവ് അവൻ തൻ്റെ ഐഹിക ജീവിതത്തിനകത്ത് 33.5 വയസ്സ് ജീവിക്കുന്ന കാലത്തിൽ എന്തൊക്കെ കഷ്ടതകൾ അനുഭവിച്ചു. സമൂഹത്തിൽ മുഴുവൻ അവൻ മാന്യതയില്ലാത്തവനായി മാറ്റി. അവൻ ജനം മുഴുവൻ അവനെ വിളിച്ചു ജോസഫിൻ്റെ മകൻ, തച്ചൻ്റെ മകൻ, തന്തയില്ലാതെ ജനിച്ചവൻ, അപ്പനെ കാണാതെ ജനിച്ചവൻ. എന്തെല്ലാം അപവാദങ്ങളും നിന്നയും തുപ്പും ആറ്റലുമിട്ടു. അതിൻ്റെ അവസാനത്തോ ഗെത്സമന മുതൽ കാൽവരി ക്രൂശ് വരെ, ഗബതയുടെ കൽത്തളം മുതൽ കാൽവരി ക്രൂശ് വരെ എന്തെല്ലാം കഷ്ടതകളും വേദനയും അവൻ സഹിച്ചു. മുഴു ലോകത്തിൻ്റെ പാപം ഏറ്റെടുക്കുമ്പോൾ ഗെത്സമനയിൽ വെച്ച് വീണ് തകർന്ന് അവൻ്റെ ശരീരത്തിൻ്റെ രോമകൂപത്തിനകത്തൂടെ പോലും ബ്ലഡ് ഒഴുങ്ങി മരിച്ചു വീഴുമോ എന്നുള്ള അവസ്ഥയിൽ പോലും വന്നെങ്കിലും ആ കഷ്ടതയുടെ അപ്പുറത്ത് ഒരു വലിയ ജയം അവൻ കണ്ടു. ഹല്ലേലൂയ. ആ ഗബതയുടെ കൽത്തളം മുതൽ കാൽവരി ക്രൂശ് വരെ അവൻ ക്രൂശ് ചുമ്മി. ക്രൂശിൽ മധ്യത്തിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ പരാജയപ്പെട്ടവനെ പോലെ കിടക്കുമ്പോഴും ജനം മുഴുവൻ പറഞ്ഞു അവൻ പരാജയപ്പെട്ടു കിടക്കുന്നു. പക്ഷെ വാഴ്ചകളെയും അധികാരത്തെയും ആയുധവർഗം വെപ്പിച്ച് അവൻ ജയിച്ചത് ക്രൂശില. എത്ര പേർക്ക് പിടികിട്ടി? യേശു ജയിച്ചത് ക്രൂശില. യേശുവിന്റെ ജയം സംഭവിച്ചത് പ്രതിസന്ധിയിൽ കൂടെ കടമ. യേശു ജയിച്ചത് ഗെത്സമനയിൽ കൂടെയോ, യേശു ജയിച്ചത് ഗബതയിൽ കൂടെയോ, യേശു ജയിച്ചത് മുൾക്കിരീടത്തിൽ കൂടെയോ, യേശു ജയിച്ചത് രോമകൂപങ്ങൾ പറിച്ചെടുത്ത്, യേശു ജയിച്ചത് ചാട്ടവാറിനെ അടികിട്ടിയ, യേശു ജയിച്ചത് അവകാശവും നിന്ദയും പരിഹാസവും കേട്ടോ അതിനപ്പുറത്തവൻ ജയിച്ചെങ്കിൽ ഇന്നുള്ള കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണാൻ എത്ര പേർക്ക് കഴിയും? പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതയും ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയും അതൊന്നും സാരമില്ലെന്ന് എഴുതിക്കോ. നാളെ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുന്ന പകലുണ്ട്. ഇസ്രായേൽ ജനം പീഡിപ്പിക്കപ്പെടും തോറും അവർ വർദ്ധിച്ചു വന്നെങ്കിൽ, ഉടയ തമ്പുരാൻ കാൽവരി ക്രൂശിൽ തകർന്നപ്പോൾ അവൻ ജയിച്ചു വന്നെങ്കിൽ, 5 അപ്പത്തെ കയ്യിലെടുത്ത് നുറുക്കിയപ്പോൾ 5000 പേർക്കത് തികഞ്ഞെങ്കിൽ, ഇന്ന് പകൽ പറയുന്നു, ഇന്നുള്ള കഷ്ടമൊന്നും സാരമാക്കണ്ട, എൻ്റെ ദൈവം നിന്നെ ഉയർത്തുന്ന ദിവസമുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഞാൻ നമ്മൾ മുമ്പേ പറഞ്ഞത് അങ്ങനെയാ, പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് അവൻ നിന്നെ ഉയർത്താൻ പോവുക. ഇന്നത്തെ അനുഭവങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും. ഉറച്ചു നിൽക്ക്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും, എത്ര പേര് വിശ്വസിക്കുന്നു? പീഡിപ്പിക്കപ്പെടും തോറും വർദ്ധിച്ചു വരുന്ന ജനം. അത് ഇസ്രായേൽ ജനം അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മളും അതുപോലെ വർദ്ധിക്കും. ഈ ദേശത്ത് എത്രയോ പീഡകൾ നമ്മളേറ്റു, എത്രയോ അപവാദങ്ങളേറ്റു, എത്രയോ നിന്ദകൾ നമ്മളേറ്റു. നിങ്ങളുമേറ്റില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിരുന്ന പകൽ ദൂത് പറയാം, ഒരു വലിയ വർധനവിന് ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുകയാ. നിന്നെ കീറി മുറിക്കും തോറും നീ വർദ്ധിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുണ്ട് പറ, അപ്പ അല്പം കൂടി എന്നെ ഒന്ന് കീറണേ, ഇത് പോരാ, ഇത് പോരാ, അല്പം കൂടി. എത്ര പേര് പറയും, അല്പം കൂടി എന്നെ ഒന്ന് ദണ്ഡിപ്പിക്കണേ, അല്പം കൂടി എന്നെ ഒന്ന് കീറണമേ? അത് പറയണമെങ്കിൽ അകത്ത് വെളിപ്പാട് വേണേ. കട്ടതയും പ്രയാസം വരുമ്പോൾ ചിലർ നെഞ്ചത്തടിച്ചു, അയ്യോ അപ്പാ കട്ടതയാ. വെളിപ്പാടുള്ളവൻ ആത്മാവി പറയും, എന്നെ ഒന്നും കൂടെ കീറണേ. ഖമാൻ. എത്ര പേര് ആ ദൂതിനോട് പ്രതികരിക്കുന്നു? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്നെ ദൈവം വിശാലപ്പെടുത്താൻ പോവുക. ദൈവം തന്നെ വിശാലപ്പെടുത്താൻ പോവുക. ഇന്നുള്ളതിൻ്റെ അനുഭവങ്ങൾക്ക് ദൈവം മാറ്റം തരും. ഈ കീറലും നുറുക്കങ്ങളും മാറിയിട്ട് ഇസ്രായേൽ ജനം വർദ്ധിച്ചതുപോലെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക, അടിപതറരുത്, തകർന്നു പോകരുത്, ഉറച്ചു നിൽക്കുക. എൻ്റെ ദൈവം എന്നെ ഉയർത്തും, നാളുകളിൽ ഞാൻ സന്തോഷിക്കും. ഈ വലിയൊരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകും.
അതുകൊണ്ട് കഷ്ടതയും ദുഃഖവും പ്രതിസന്ധിയും ഒക്കെ വരുമ്പോൾ അപ്പാ എന്നെ ഒന്നും കൂടെ അങ്ങ് കീറിക്കോ, എന്നെ ഒന്നും കൂടെ. നടുവേ കീറിയില്ലെങ്കിൽ യാഗം ഒക്കത്തില്ലെന്നേ. കുറുപ്രാവിനെ കീറാതെ വെച്ചോണ്ട ഈ പ്രശ്നം. അപ്പം കീറിയാൽ ഉറപ്പാ വർധനമുണ്ടാവും. അതുകൊണ്ട് പറ, ഇന്ന് പകൽ ഞങ്ങളെ ഒന്നും കൂടെ കീറണേ. എത്ര പേര് പറയും ഇത്തിരിയും കൂടെ കീറിക്കോ? കാരണം നാളുകളിൽ ഞങ്ങൾ വിശാലപ്പെടുമെന്ന് ഉറപ്പുണ്ട്. ഞങ്ങളുടെ അനുഭവമാ, തിരുവെഴുത്തി എന്ന് പറഞ്ഞതാ. അതുകൊണ്ട് ഇന്ന് പകരം ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്നുള്ള കഷ്ടങ്ങൾ സാരമല്ല. കണ്ണുകളെല്ലാം അടച്ചു പറ, കർത്താവേ, ഇന്നുള്ള കഷ്ടങ്ങൾ ഞങ്ങൾ സാരമല്ലെന്ന് എണ്ണുന്നു. നാളുകളിൽ ഞങ്ങളുടെ മേലൊരു വലിയ വിശാലതയിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവരും. എല്ലാവരും അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിനെ ആത്മാവ് അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. കഷ്ടങ്ങൾ സാരമില്ലെന്ന് പറഞ്ഞ് ഇന്ന് പകൽ കർത്താവിനെ സ്തുതിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഒരു നിമിഷം നമുക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കർത്താവിൻ്റെ കരത്തിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഓർപ്പിച്ച ദൂത് പോലെ ഈ കഷ്ടതയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ ചലിക്കുക തന്നെ ചെയ്യും. അല്പനേരം ആ കരങ്ങളെല്ലാം ഒന്ന് അടിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ 2-3 മിനിറ്റ് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഇന്ന് പകൽ നമ്മുടെ മേൽ പകരട്ടെ. ഏതൊക്കെ നിരാശയുടെ കെട്ടുകളെ ദൈവാത്മാവ് ഇന്ന് പകൽ നമ്മളിൽ നിന്ന് അഴിച്ചു കളയട്ടെ. ഏതൊക്കെ വേദനകൾ ദൈവാത്മാവ് നമ്മളിൽ നിന്ന് അഴിച്ചു കളയട്ടെ. കരങ്ങൾ അടിച്ചുകൊണ്ട് അല്പനേരം എല്ലാവരും കമാൺ കമാ. ഓ രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തകർക്കുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തകർക്കുകയില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനെ കൈ. ഓ ആഭിചാരം യാക്കോബിന്, ഓ ലക്ഷണങ്ങൾ ഇസ്രായേലിനെ കൈ. ഓ ഇന്നു കണ്ട മിസ്രൈമ്യരെ കാണുകയിൽ, ഓ ഇന്നു വന്ന കഷ്ടാമീനി. ഓ ഇന്നു കണ്ട മിസ്രൈമ്യരെ കാണുകയിൽ, അവൻ ഇന്നു വന്ന കഷ്ടാമീനി വാരി. ഓ ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ. ഓ നിന്റെ കാലുകൾ ഇടറുകെ, ഓ നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ, ഓ നിന്റെ കാലുകൾ ഇടറുകില്ല. ഓ ചെങ്കടൽ പിളർന്നു വഴി തുറക്കോ, യോർദാ രണ്ടായി. ഓ ചെങ്കടൽ പിളർന്നു വഴി തുറക്കോ, യോർദാ മാറോ. എരികോ നിന്റെ മുൻപ് ഇടിഞ്ഞു വീഴോ, യേശുവിൻ നാമത്തിൽ. കരമടിച്ചൊന്ന് ആരാധിച്ചേ. എരികോ നിന്റെ മുൻപ്, ഓ യേശുവിൻ നാമത്തിൽ. ഓ മലകളെ ഇടിച്ചു നുറുക്കുമാവേ, കുന്നുകളെ തവിട് പൊടിയാക്കിടോ. മലകളെ ഇടിച്ചു നുറുക്കുമാവേ, കുന്നുകളെ തവിട്. ഓ സൈന്യത്തിൻ്റെ നായകൻ കൂടെയുള്ളപ്പോ മാനുഷിക ശക്തി നിന്നെ. ഓ സൈന്യത്തിൻ്റെ നായകൻ കൂടെയുള്ളപ്പോ മാനുഷിക ശക്തി നിന്നെ. ഓ ഇന്നു വന്ന കഷ്ടമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേനെ. ഓ ഇന്ന് കണ്ട മിസ്രൈമ്യരെ, ഓ ഇന്നു വന്ന താരികയിൽ. ഓ ആമേൻ ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയിൽ, ഓ ബാധ എൻ്റെ കൂടാരത്തിൽ. ഓ എൻ്റെ കാലുകൾ, ഓ എൻ്റെ കാലുകൾ, ഓ എൻ്റെ കാലുകൾ. ഓ ഓ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഓ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഓ കണ്ണുനീർ സാരമില്ല, ഓ കഷ്ടങ്ങൾ സാരമേ. ആമേൻ ആമേ കണ്ണുനീർ.
ഓ ഹല്ലേലൂയ. അഭിഷേകം. എല്ലാ നിരാശയും മാറട്ടെ, എല്ലാ വേദനകളും ഈ ആരാധനയിൽ ഉടഞ്ഞു മാറട്ടെ. പീഡിപ്പിക്കപ്പെടും തോറും വർദ്ധിക്കുന്ന ജനം ഇതിനകത്ത് എഴുന്നേക്കട്ടെ. Come on. ഈ പീഡനയിൽ നിന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവാ. പെരുവെള്ളത്തിൽ നിന്ന് ദൈവം നിന്നെ വലിച്ചു കയറ്റാൻ പോവാ. ആരാധിക്കട്ടെ. കരമടിച്ചു വാ തുറന്ന് അന്യഭാഷയിൽ. Come on. നഷ്ടപ്പെട്ടതിന്റെ വെളിപ്പാട്, നഷ്ടപ്പെട്ടതിന്റെ ദർശനം പുറത്തു വരട്ടെ. ആത്മാവിന്റെ ശക്തിയോടെ പ്രാപിക്കാം. ചൂടവനം ധന വൈടവനം താ ചൂടാ രഗത മനയ വൈഷ തീര ശബ്ദ റന്ത റബന ദൂര ശൈദ. ഈ ആരാധനയിൽ തന്നെ ചില വിടുതലുകൾ. Come on. Yes, 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 yes. പീഡിപ്പിക്കപ്പെട്ട ജനം വർദ്ധിക്കട്ടെ, പീഡിപ്പിക്കപ്പെട്ട സഭ വർദ്ധിക്കട്ടെ, സഭ വർദ്ധിക്കട്ടെ. Come on. ചൂട മാന ദൂര മാന വൈട മാന ചൂട ദൂതര ഹന്ത വൈട ദാന ചൂട ശബ്ദ ഹന്ത റബ്ബ റബ്ബ സൈത റൈക ഊട റബ്ബ 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 തീര ഹന്ത റാ ഊട ബേ ഊട ബേ ഊട ബേ തീര മാന മാന ബേ ഊട മാന മാന ബേ ഊട ബേ ഊട ബേ ഊട ബേ. പീഡിപ്പിക്കപ്പെടും തോറും വർദ്ധിക്കുന്ന ജനം. വർദ്ധിക്ക വർദ്ധിക്ക വർദ്ധിക്ക. അഭിഷേകത്തിൽ വർദ്ധിക്ക, ദൈവ സ്നേഹത്തിൽ വർദ്ധിക്ക, ആത്മാവി വർദ്ധിക്ക. പ്രാപിക്കട്ടെ, ദൈവശക്തി ഏറ്റെടുക്ക. ദൈവാത്മാവിന്റെ തീ കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചെടുക്കണേ പ്രാപിച്ചെടുക്ക. ചൂടല ബലവ ശബ്ദല ബലവ ശൈതല ബലവ. Oh, hallelujah, hallelujah. പീഡിപ്പിക്കപ്പെടും തോറും വർദ്ധിപ്പിക്കുന്ന ജനം. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്ന ഒരു വർധനം ഉണ്ടാകാൻ പോവുക. നീ നുറുങ്ങിയോ? നീ കീറപ്പെട്ടോ? നീ വർദ്ധിക്കപ്പെടാൻ പോവുക. കണ്ണുകളെല്ലാം അടിച്ച് പ്രാർത്ഥിച്ചേ. നീ തകർന്നവനാണോ മകനെ? നീ ഉടഞ്ഞവനാണോ മകനെ? തകർന്നവനെയും ഉടഞ്ഞവനെയും പണിതെടുത്ത് വർദ്ധിപ്പിക്കുന്ന ദൈവകരം. ആരൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ മുഴുവൻ തകർന്ന് നിൽക്കുക, എനിക്കൊരു സ്റ്റെപ്പ് വെക്കാൻ ഇനി കഴിയത്തില്ല. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, നീ കീറും തോറും പെരുകാൻ പോവാ. കീറപ്പെടും തോറും ദൈവാത്മാവ് നിന്നെ പെരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. എന്നേക്കാൾ ബലവാന്മാരായ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ വിടുവിച്ചത് കീറിക്കളയാനല്ല, വിടുതലിലേക്ക് കൊണ്ടുവരുത്തുവാൻ, ഒരു പെരുക്കത്തിലേക്ക് കൊണ്ടുവരുത്തുവാൻ എൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ജോസഫിനെ അറിയാത്ത മന്ത്രി വന്നപ്പോഴാ പീഡന വർദ്ധിച്ചത് കേട്ടോ. ഇത് പറഞ്ഞിട്ട് ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവിക അഭിഷേകവും വെളിപ്പാടും നഷ്ടപ്പെടാതെ, ചോർന്നു പോകാതെ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വാ. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകം ഇവനവൻ ഇറങ്ങട്ടെ. നഷ്ടപ്പെട്ട കൃപകൾ മടങ്ങി വരട്ടെ. ആത്മാവിന്റെ തീ ടച്ച്. ഞാൻ അമ്മയെ മുമ്പേ ഒരു ദൂത് പറഞ്ഞു, പക്ഷേ ഇപ്പൊ അമ്മയോട് ദൈവാത്മാവ് വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നോക്കിയേ, ജോസഫ് ഇല്ലാത്തത് കൊണ്ട് തലമുറകൾക്ക് പരാജയം വന്നേ. വെളിപ്പാടില്ലാത്തവൻ വീട്ടിൽ നിന്ന് പോയപ്പോ, നിന്നിലുള്ള ദൈവപ്രവൃത്തി കാണാതെ വന്നപ്പോൾ, നിന്റെ തലമുറകളെ നാല് ദിക്കിൽ ബ്ലോക്ക് ചെയ്ത് തകർത്ത് കളയാൻ പിശാചിട്ടൊരു പദ്ധതിയെ ദൈവാത്മാവ് ഇന്ന് മകൾ പൊട്ടിക്കുകയാ. ആത്മാവിനോട് ദൂത് പറയുന്നു, ശരീരമാസകലം രോഗം വരുത്തി, കാൽമുട്ടുകൾക്കും കൈകാലുകൾക്കും നീര് പോലെ വന്ന് ജോയിൻസ് പെയിനുകൾ വരുത്തി